അടുത്ത നാടകത്തിലേക്ക് കടക്കാം. മല്ലു ടാക്കീസ് അവതരിപ്പിക്കുന്ന അവകാശികൾ. ചൊല്ലിപ്പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരേ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ? കണ്ണീർ കടലിലും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം, ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, താങ്ക് യു. അയ്യോ, രാവിലെ മുതലുള്ള നിപ്പ, എന്റെ ദൈവമേ, എന്റെ കാല്. അയ്യോ. അപ്പൊ പരിചയോ? ഞാൻ ഇന്ന് കാലത്ത് ഓർഗനൈസ് ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട്? തല്ലിപ്പൊളി. ആരാടാ കേട്ടത്? എവിടുന്ന് കിട്ടി? അത് ഞാൻ അറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ തറവാടിന്റെ അന്തസ്സിന് ഒത്തുപോയേനെ. വേവിച്ചായിരുന്നോ? അച്ഛനെ കൊണ്ട് വിട്ടു, സമാധാനായി. എനിക്ക് വേവിച്ചാ. നമ്മുടെ ചാക്കോച്ചന് അവരെ മക്കളെല്ലാം ഇങ്ങനെ വന്ന് കൂടുന്നത് എന്ത് ഇഷ്ടായിരുന്നു എന്നറിയോ? ഒരാഴ്ച മുമ്പ് തുടങ്ങും. പോർക്ക്, ബീഫ്, എന്തെല്ലാം വിഭവങ്ങളാണെന്നറിയോ? നല്ല കരിമ്പുങ്കാല കള്ളും നല്ല വിഗ്രഹം ചെത്ത. എനിക്ക് നമ്മുടെ അമ്മച്ചിയുടെ കരിമീൻ പൊളിച്ചതാ ഇഷ്ടം. കരിമീൻ. അങ്ങനെ ഏഴിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി. ഇനി ആ ബില്ലിന്റെ കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. അയ്യോ, പല കാര്യങ്ങൾ ചെയ്യാനുള്ളതാ. ആ ബില്ലിന്റെ കാര്യം എങ്ങനാ? മോണിച്ചായാലും ഒന്നുമില്ല ചോദിക്കേ ആ ബില്ലിനെ കുറിച്ച്. അത് നമ്മുടെ അപ്പച്ചനെല്ലാം കണ്ടമാരി ചെയ്തിരിക്കും. ശരിയാണ്, നന്നായി ചെയ്തിരിക്കും. ഞങ്ങൾക്ക് ഷെയർ വല്ലതും കിട്ടുമോ? റീന, അപ്പച്ചൻ വല്ലതും പറഞ്ഞായിരുന്നോടി? അപ്പച്ചൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അപ്പച്ചൻ എന്നെ ഉപേക്ഷിക്കില്ല. നിർത്ത. ഏഴിന്റെ കുർബാന കഴിഞ്ഞുള്ളൂ, അപ്പോഴേക്കും മക്കൾക്ക് തുടങ്ങി വില്ല്. എന്താ ചെയ്യ? ഓ ലെസിമോളെ, തിരക്കിനിടയിലൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. എന്റെ കൊച്ചെങ്ങനെയാ ഇങ്ങനെ കാർത്തു പോയേ? ചേച്ചിക്കറിയില്ലേ, ഞങ്ങള് മിയാമി ബീച്ചിൽ പോയത് കുറച്ച് ടാനായി. 6-7 മാസം മുമ്പല്ലേ. ഏത് അന്ന് അടിച്ച ടാനാ, ഇനിയും മാറിയിട്ടില്ല. ഒന്ന് നിർത്ത പെണ്ണുങ്ങളെ. ആവശ്യത്തിനോ അനാവശ്യത്തിനോ ഓരോ ഇംഗ്ലീഷ്. വേവിച്ചായ ആ ബില്ലിന്റെ കാര്യം ചോദിച്ചിട്ടൊന്നും പറയുന്നില്ലല്ലോ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, the will can be opened only after 40 days of his demise. എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 33-ാം നാൾ, അന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഇവിടെ ഞാൻ വില്ല് വായിക്കും. വേണ്ടവർക്ക് വരാം. അയ്യോ, 33 ദിവസം. അക്കമ്മേ, നമുക്ക് പോവാം. പോകേണ്ടവരൊക്കെ പോയിക്കോളൂ. നമുക്കും പോവാം. അല്ല, എല്ലാരും പോവാന്നോ? കുപ്പിയൊന്നും എടുക്കുന്നില്ലേ? അച്ചായൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ല കരിമ്പെങ്കാല. ദീന, നീ വരുന്നില്ലേ? ബേബി ചായ, എന്റെ കാര്യം അറിയാലോ, മത്തായി ഫുൾ ടൈം കുടിയാണ്. എന്റെ റീന മോളെ, നിന്റെ അപ്പച്ചന് നിന്നെ എത്ര ഇഷ്ടമായിരുന്നു എന്നറിയോ? നിന്നോട് ഒരു പ്രത്യേക സ്നേഹമായിരുന്നു. നിന്നോട് എല്ലാ സീക്രട്സും പറഞ്ഞിട്ടില്ലേ? യെസ്, ഷെയർ എവരിതിങ് വിത്ത് യു. സോ ഡോണ്ട് വറി.
അക്കമ്മോ ഒന്ന് വായോ. ഈ അച്ചായനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ക്ലബിൽ വരുമ്പോ ഈ അക്കാമ അക്കാമ എന്ന് പരത്തി വിളിക്കല്ലേ എന്ന്. പിന്നെ എന്നെ ആത്മാന്ന് വിളിക്കണം. ആക്കമേ ആ, എവിടെ നിന്ന് കിട്ടി? അല്ല, നിന്റെ പേര് മാത്രമല്ലേ മാറുന്നുള്ളൂ, സ്വഭാവത്തിന് ഒരു വ്യത്യാസവും ഇല്ലല്ലോ. ആക്കുമ്പോ എന്തേലും ആയിപ്പോ. ഞാനൊരെണ്ണം അടിക്കാൻ നോട്ടെ. അച്ചായ, ജയരാജ്. അയ്യോ എന്ത് പറ്റി? അയ്യോ, ഞാനോർത്തു ഇവിടുത്തെ ഈ ഡ്രാമ ചെയർമാൻ ഓണേഴ്സിനെ തപ്പി വരികയാണെന്ന്. അയ്യോ, നമുക്കത് പറ്റില്ല. പേടിച്ചു പോയല്ലേ? പേടിച്ചു പോയി. അതല്ല, പിന്നെ? ജയരാജ് എന്നെ കണ്ടിട്ട് മുങ്ങി ഓടിയതാ. ജയരാജ് പറയാ ഞാൻ ഭയങ്കര കത്തിയാണ്. ഓഹോ, അത് അവന് വിവരമുണ്ടെന്ന് മനസ്സിലായില്ലേ? ഈ ക്ലബിൽ അങ്ങനെ ബുദ്ധി ബോധമുള്ള ഒരുത്തരെ കണ്ടുകിട്ടി. അവന് കാര്യം മനസ്സിലായി. ഹ, അയ്യോ, ഫോണ്. മാധവൻ സാർ. ഹലോ, യാ സാർ. ആ, ഓ സാർ കണ്ടിരുന്നോ? ഓ, താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ. എന്താ? ഫേസ്ബുക്ക്. ഓ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. ആ, വരുമ്പോ കാണാം സാറേ. സീ യു സൂൺ. മാധവൻ സാർ എന്തോ പറഞ്ഞേ? എടി, നീ ആ ഫേസ്ബുക്കിൽ എന്താ എടുത്തിട്ട്? ഓ, അതാണ്. ആ, അച്ചായനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എന്റെ ബർത്ത്ഡേക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാനായിട്ട്. അച്ചായൻ ഇട്ടോ? ആ ഷീലയുടെ ഭർത്താവാണെങ്കിൽ സ്വീറ്റ് ഹാർട്ട്, ബെസ്റ്റ് വൈഫ്, ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടു. അച്ചായൻ എന്തെങ്കിലും ഇട്ടോ? അതുകൊണ്ട് ഞാനങ്ങ് ഇട്ടു. നിന്റെ ഓരോ മണ്ടത്തരങ്ങള്, ഈ മണ്ടത്തരങ്ങൾ കാണുമ്പോൾ നാണം കെടുന്നത് ഞാനാ. പിന്നെ നിനക്ക് ഞാൻ ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? മുണ്ടക്കൽ ചാക്കോയുടെ മൂത്ത മകൻ പൈലി ചാക്കോയാണ് ഞാൻ. ഈ വക പഞ്ചാര പരിപാടി ഫേസ്ബുക്ക്, അതിനൊന്നും എന്നെ കിട്ടില്ല. അതൊക്കെ പോട്ടെ. ആ, എന്താ? അച്ചായ, ആ, നമ്മുടെ വില്ല് തുറക്കാനേ ആ, ഇനി 15 ദിവസമേ ഉള്ളൂ. അയ്യോ, ശരിയാണല്ലോ, 15 ദിവസം. ആ റബ്ബർ തോട്ടം നമുക്ക് കിട്ടുമോ? ആ റബ്ബർ തോട്ടം മുണ്ടക്കൽ ചാക്കോയുടെ മൂത്ത മകൻ അവകാശപ്പെട്ടതാ. അപ്പോൾ ആ റബ്ബർ തോട്ടം നമുക്ക് തന്നെ. സന്തോഷമായി. ഓ മൈ ഗോഡ്, ഇലക്ട്രോണിക് സിറ്റിയിൽ എന്റെ ഡ്രീം ഫാം ഹൗസ്, പിന്നെ ഫോറിൻ ട്രിപ്പ് എല്ലാം സെറ്റായി. അച്ഛാ, എനിക്ക് ഒരു ആഗ്രഹം കൂടെ ബാക്കിയുണ്ട്. ആ, ആ വയാഗ്ര ഫോൾസിന്റെ അടുത്ത് പോയി എനിക്ക് ഒരു പടം എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടണം. ഫേസ്ബുക്കിൽ ഞാൻ ഇടും. ഈ പൊട്ടേ, നിന്റെ പൊട്ട ഇംഗ്ലീഷ് നിർത്ത. ഇങ്ങോട്ട് വാ. എടീ, അത് വയാഗ്ര അല്ല, പിന്നെ നയാഗ്ര. നയാഗ്ര ഫോൾസ്. ഇതിനെ കൊണ്ട് നടക്കുന്നതന്നെ. അയ്യോ അച്ഛാ, നാട്ടിൽ പോകാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തോ? അയ്യോ, ഇല്ല. ഞാൻ ഫ്ലൈറ്റിലേ വരുള്ളൂ. അങ്ങനെയാ? ഞാൻ ഫ്ലൈറ്റിലേ വരുള്ളൂ. എങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യണം. എടുക്ക്. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോവാം. ഓ, നടക്ക് വേഗം. അല്ല ചായ, ഇന്ന് നമുക്ക് ഡിന്നർ കഴിക്കാൻ റെസ്റ്റോറൻറ്റ് പോവാം. കുറച്ച് നാളായി പൊറോട്ടയും ബീഫും കഴിക്കാൻ കൊതിയാവുന്നു. എന്നാ നമ്മൾക്ക് BCA ക്ലബ്ബ് പോയാലോ? അവിടെ ICH അല്ലേ കേറ്ററേഴ്സ്. ആ BCA, എത്ര നാളാ പറയുന്നത് BCAയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ? ആ, നമ്മളുടെ പൈലിച്ചായൻ അവിടെ മെമ്പർഷിപ്പ് എടുത്ത 5 കൊല്ലായി. നമ്മൾക്ക് നമ്മളുടെ മേലത്തെ ആട്ടിയെ വിളിച്ചാലോ? അവർ BCA മെമ്പേഴ്സ് അല്ലേ? ഓ, ഹലോ ആട്ടി, ഞാൻ മോനിച്ചായനാ. ആ, നമുക്ക് ഇന്ന് രാത്രി ഡിന്നറിന് BCA പോയാലോ? എന്ത്, ICH പോയോ? ഞാൻ തിരിച്ചു വിളിക്കാം. ലിസി, അവിടെ ICH പോയി. എൻ്റെ ബീഫും പൊറോട്ടയൊക്കെ സ്വാഹ, അതൊന്നുമില്ല. അയ്യോ കഷ്ടായി.
അല്ല അവിടെ കാറ്ററിംഗ് ചെയർമാൻ ഇല്ലേ? കഴിഞ്ഞ തവണ പോയപ്പോ പൊക്കത്തിൽ ഒരാളെ കണ്ടു, ഇച്ചിരി വെപ്രാളം പിടിച്ച. അയാളോട് ചോദിക്കണം എന്തിനാ ഐസ് ഒഴിച്ച് പറഞ്ഞു വിട്ടെന്ന്. അയാളോട് ചോദിക്കാം. അതെ അച്ഛയോ, ഈ ബില്ല് ഓപ്പൺ ചെയ്തല്ലേ ആക്ച്വലി ഞമ്മക്ക് ഇന്ന കിട്ടാൻ പോകുന്നേ. ഒരു 4-5 കോടി പിടിച്ചോ? ഞാനൊരു പ്രോപ്പർട്ടി കണ്ടു, ഒരു വില്ല നോക്കി വെച്ചിട്ടുണ്ട്. ആ, ഈ വില്ല കാറിനൊക്കെ കൊടുക്കാനുള്ള അഡ്വാൻസിന്റെ കാശേ ഉള്ളൂ. ഞാൻ ആ റബ്ബർ തോട്ടാണ് മനസ്സിൽ കണ്ടിരിക്കണേ. ഇനി ആ പ്രോജക്റ്റിൽ ലക്സറി മോള് വരും. ആ, പിന്നെ അവരെ എന്നിട്ട് വേണം ഒന്ന് കാണിച്ചു കൊടുക്കാൻ. അത് കൊള്ളാം. പിന്നെ കാറ് അവർക്ക് ഏതാണ്ട് ഒരു മെർസിഡീസ് അല്ലേ, ഞങ്ങൾക്ക് ടോപ്പ് BMW. Top of the line. Every Tom, Dick and Harry here has an Audi, Merc or BMW. നമ്മൾക്കൊന്ന് മാറ്റി പിടിക്കാം. നമ്മൾക്കൊരു ജാഗ്വാർ ആക്കിയാലോ? വളരെ നല്ലത്. കാറ്, വില്ല, പിന്നെ ക്ലബ് മെമ്പർഷിപ്പ്, ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഈ ബാംഗ്ലൂർ സൊസൈറ്റിയിൽ ഒരു ഗമ വരും. അത് എന്റെ അപ്പച്ചൻ 30 വർഷം ഗൾഫിൽ അധ്വാനിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ അങ്ങനെ പിടിച്ചു നിൽക്കാം. ആ, നമുക്കിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ടേ? നാട്ടിലെ ആ അക്കമ്മ ഫ്ലൈറ്റിലാ വരുന്നത്, ഞമ്മക്കും ഫ്ലൈറ്റ് തന്നെ പോകണം. ആ, ഓക്കെ. ആ റീനാമോ, റീന നീ ഇങ്ങ് വന്നേ. ഞാനേ വരുന്ന വഴിക്ക് നമ്മുടെ രാമേട്ടൻ്റെ കടയിൽ നിന്ന് കയറി. ദേ നിന്റെ ഫേവറേറ്റ് പരിപ്പ് വട കഴിച്ചു. മനസ്സിലായി. കാശ് കിട്ടുന്നായപ്പോ നിങ്ങൾക്ക് സ്നേഹമൊക്കെ വരുന്നുണ്ടല്ലോ. ഏയ്, എന്താ ഒരു മണം? കുടിച്ചിട്ടുണ്ടല്ലേ? കുടിച്ചിട്ടുണ്ട്. ഒരു ധൈര്യത്തിന്. ഇന്ന് ബില്ല് തുറക്കുന്ന ദിവസമല്ലേ. ദേ ആ റബ്ബർ തോട്ടം അത് നമുക്ക് തന്നെ വേണം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ ഒന്ന് കൂടെ നിന്ന് തന്നാൽ മാത്രം മതി. നിങ്ങളല്ലേ, കൊളാക്കല്ലേ. ആ, ഇതാരും മത്തായിച്ചനോ? അപ്പോ സമയത്തൊക്കെ വരാൻ അറിയാമല്ലേ? അപ്പച്ചൻ അസുഖമായിരുന്നപ്പോൾ ഈ വഴിയൊന്നും കണ്ടില്ല. ദേ തുടങ്ങി വീണ്ടും. നിങ്ങൾ അങ്ങ് മിണ്ടാതിരി. ഞാൻ നിർത്തി. അതെ, വൈകിച്ചായോ? 2:45 ബേബി ചായനെ കാണാനില്ലല്ലോ. 6 മണിക്കാ ഫ്ലൈറ്റ്, ടാക്സി 4 മണിക്ക് വരും. അയ്യോ, ഞാനൊന്ന് വിളിക്കട്ടെ. ഹലോ, ആ ബേച്ചാനല്ലേ? ഹലോ ബേച്ചാൻ, 2:55 എല്ലാരും വീട്ടിൽ വെയിറ്റ് ചെയ്യല്ലേ? എന്തേ കോടതിയോ കേസോ? അയ്യോ, ലേറ്റ് ആകുന്നു. അയ്യ, മോശം മോശം. ഞങ്ങള് ഓക്കെ ഓക്കെ ശരി. അല്ലേ ബേച്ചാൻ പറയാ കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ എന്ന്. കഷ്ടം, എന്താ ചെയ്യാ? എന്താ റീന, റബ്ബർ തോട്ടം നമുക്ക് തന്നെയല്ലേ? റബ്ബർ തോട്ടം? മുണ്ടയ്ക്കൽ ചാക്കോയുടെ മൂത്ത മകൻ അവകാശപ്പെട്ടതാണ് ആ റബ്ബർ തോട്ടം. അതിൽ കണ്ടുവെച്ചുകൊണ്ട് ആരും ഇവിടെ നടക്കണ്ട. ആഹാ, അതെങ്ങനെ ശരിയാവും പലിച്ചായോ? ആ റബ്ബർ തോട്ടം കണ്ടിട്ടാ ഞാൻ കാറിനും വില്ലേക്ക് അഡ്വാൻസ് കൊടുത്തത്. അത് എനിക്ക് എന്താ വേണം? അത് പറ്റില്ല. ആ റബ്ബർ തോട്ടം ഞങ്ങൾക്ക് തന്നെ വേണം. മത്തായിച്ചിന് ജോലി പോയിരിക്കുക. എങ്ങനെ പോകാതിരിക്കും? നിനക്ക് സ്ത്രീധനമായി അപ്പച്ചൻ തന്ന ആ സ്വത്ത് മുഴുവൻ ഇവൻ കള്ളു കുടിച്ച് തൊലച്ചില്ലേ? ഇതല്ലേ കയ്യിലിരിപ്പ്? എന്താണെന്ന്
ഒരു പുറമ്പോക്കല്ലേ അത്? വല്ലവരുടെ കൂടെ ഓടിച്ചോടി പോയ ഞങ്ങള് എന്റെ തലയിൽ കെട്ടിവെച്ച് നിങ്ങളുടെ അപ്പൻ എടാ വീട്ടിൽ കയറി വന്ന് തെണ്ടിത്തരം പറയുന്നു. പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്താ ഇവിടെ നടക്കുന്നേ? ബേബിച്ചായ പൈലിച്ചായൻ മത്തായിച്ചിനെ തല്ലി. പൈലി, സത്യം പറഞ്ഞ പൈലിച്ചായനല്ലേ ഇവിടെ വലിഞ്ഞേറി വന്നത്? അങ്ങനെയൊന്നും പറയില്ലേ മോളെ. ഇയാൾ എന്റെ അപ്പന്റെ മോനല്ല, ദത്തുപുത്രനല്ലേ. അപ്പച്ചൻ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. റീന, നീ എന്താ പറഞ്ഞത് നിനക്കറിയാവോ? അക്കമ്മേ, നീ ഇതൊന്നും കേൾക്കുന്നില്ലേ? ബേബിച്ചായ, ഇതിന് വല്ല സത്യമുണ്ടോ? എന്റെ മോനെ പൈലി, നിങ്ങളുടെ അപ്പച്ചൻ ബില്ലിലെല്ലാം കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഓ, ഞാനിപ്പോ അത് വായിക്കാം. മുണ്ടയ്ക്കൽ ചാക്കോ ആയ ഞാൻ എൻ്റെ സ്വത്ത് എൻ്റെ 3 മക്കൾക്കും തുല്യമായി വീതിക്കുന്നു. അപ്പൊ തോട്ടം ഒരു കാര്യം പ്രത്യേകമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മൂത്ത മകൻ പൈലി ചാക്കോ എൻ്റെ ദത്തുപുത്രനാണെങ്കിലും എൻ്റെ സ്വത്തിൻ്റെ 1/3 ഭാഗം അവനും കൊടുക്കുന്നു. എന്തൊക്കെ ആയിരുന്നു മുണ്ടക്കൽ ചാക്കോ, മൂത്ത മകൻ പൈലി, എന്നിട്ട് എന്തായി? പവനായി, ശവമായി. അക്കമ്മേ, ഇവൻ പറയുന്നത് നീ കേൾക്കുന്നോ? നീയാ ബില്ലൊന്ന് വാങ്ങിച്ചു വായിച്ചേ. ഒരു വിശ്വാസം. എന്റെ മൂത്ത മകൻ പൈലി ചാക്കോ എന്റെ ദത്തുപുത്രൻ. അച്ഛാ, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. ഉള്ളുപൊള്ളയായൊരു മഹാവൃക്ഷം പോലെ അവൻ്റെ അഹങ്കാരം തല ഉയർത്തി നിന്നു. അവൻ ആഗ്രഹിച്ച സമ്പത്തും അവൻ നേടിയ അലങ്കാരങ്ങളും എല്ലാം അവൻ്റെ മുന്നിൽ വെറും ചാരമായി മാറി. അവശേഷിച്ചത് ദുഃഖത്തിൻ്റെ കയ്പ് മാത്രം. അഹങ്കാരത്തിൻ്റെയും അധികാരത്തിൻ്റെയും മത്ത് നമ്മുടെ കണ്ണുകളെ അന്ധമാക്കാതിരിക്കട്ടെ.